വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു ബിഫോർ ആഫ്റ്റർ വീഡിയോ ആണ്. സാധാരണ കാണുന്ന പോലെ മേക്കപ്പ് ചെയ്തിട്ടുള്ള ബിഫോർ ആഫ്റ്റർ വീഡിയോ അല്ല. ഇത് 2 വർഷം കൊണ്ട് നമ്മുടെ പ്രകൃതിക്ക് സംഭവിച്ച മാറ്റമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. ഇത് 2 വർഷം മുന്നേ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചാനലിൽ അവരുടെ ഒരു കുക്കിംഗ് വീഡിയോയിൽ അവരിട്ട വീഡിയോ ആണിത്. അപ്പോൾ ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സ്ഥലമൊക്കെ കണ്ടോ? ഇത് നമ്മുടെ തിരുവനന്തപുരത്തെ കോട്ടൂരുള്ള ഒരു സ്ഥലത്തിൻ്റെയാണ്. അഗസ്ത്യാർകൂടത്തിൻ്റെ വെള്ളമാണ് ഈ വരുന്നത്. അപ്പോൾ ഇത് ഇവർ 2 വർഷം മുന്നേ എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ 2 വർഷം മുന്നേത്തെ വീഡിയോ നിങ്ങൾ കാണുക. ഇത് ഇപ്പോൾ ഉള്ള അവസ്ഥയാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അല്പം ക്ലാരിറ്റി കുറവുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ, എന്നാലും നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഇതിൻ്റെ ഇപ്പോൾ 2 സൈഡിൽ നിന്നുമാണ് 2 ആറുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗമാണിത്. നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലേ. ഇനി നമ്മൾ ഇന്നത്തെ അവസ്ഥ, അതായത് 2024 ഡിസംബറാണിത്. ഈ ഡിസംബർ മാസത്തിൽ അവിടുത്തെ അവസ്ഥ കാണാനായിട്ട് നമുക്ക് പോവാം. വഴിയൊക്കെ വളരെ മോശമാണ്. അവർ ഷൂട്ട് ചെയ്തേക്കുന്ന വേറൊരു സൈഡിൽ കൂടെ പോയാണ്. എന്നാൽ നമുക്കിപ്പോൾ ആ സൈഡിൽ കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ കുറച്ച് ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ വഴിക്കാണ് പോകുന്നത്. ഇപ്പോൾ രാവിലെയാണ് കേട്ടോ. രാവിലെ ഇപ്പോൾ ഒരു 9:30 ആയിട്ടുള്ളൂ. ഇവിടെ ഇപ്പോഴും പുറത്തുള്ളവരാരും അങ്ങനെ വരാറില്ല കേട്ടോ. ടൂറിസ്റ്റ് പ്ലേസോ അങ്ങനെ ഒന്നുമല്ല. പബ്ലിക്കാരും ഇതുവരെ എത്തിപ്പെടാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ പരിസരവും എല്ലാം നല്ല വൃത്തിയാണ്. ഫുൾ നീറ്റ് ആൻഡ് ക്ലീനാണ്. പ്ലാസ്റ്റിക്കോ ചപ്പ് ചവറോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഇറങ്ങുന്ന വഴിയൊക്കെ കുറച്ച് മോശമാണ്. ശ്രദ്ധിച്ചിറങ്ങണം. പിന്നെ ഇവിടെ പോത്തും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കാടിൻ്റെ ഒരു കോട്ടൂർ വനത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ കൂടെ നമുക്ക് പോത്തൊക്കെ ഇറങ്ങിയ കാൽപ്പാടൊക്കെ കാണാൻ പറ്റും. പോകുന്ന വഴിക്ക് തന്നെ അതിമനോഹരമായ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കണ്ട് പോവാം. കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ടുവന്നാൽ അവർക്കൊക്കെ കുളിക്കാനൊക്കെ ഉള്ള വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു ഭംഗിയാണ്. ഇതിവിടെ വലിയ ആഴമൊന്നുമില്ല. ആഴമുള്ള ഭാഗങ്ങളുമുണ്ട്. തൊട്ടാവാടി കണ്ടപ്പോൾ കുഞ്ഞിലേക്ക് നമ്മൾ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കാൻ തോന്നി. തൊട്ടാവാടി ഉറങ്ങിപ്പോകുന്നത് കാണാനായിട്ട് അത് ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അഗസ്ത്യാർകൂടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത്. നമുക്കിനിയും മുന്നോട്ട് പോവേണ്ടതുണ്ട്. നമ്മൾ എത്തേണ്ട സ്ഥലം ഇതുവരെ എത്തിയിട്ടില്ല. അതിന് കുറച്ചും കൂടെ മുന്നോട്ട് പോകണം. നമുക്ക് വഴി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പരിചയമുള്ള ഒരാളൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഇവിടെയൊക്കെ ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എപ്പോഴും പന്നിയും കാട്ടുപോത്തും ഒക്കെ കാട് അടുത്തായതുകൊണ്ട് തന്നെ പന്നിയും കാട്ടുപോത്തൊക്കെ വരുന്ന സ്ഥലമാണ്. അതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് ഫെൻസ് ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ അറിഞ്ഞൂടാതെ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് പണിയാവും. വരുന്നവർ അത് ശ്രദ്ധിച്ച് വേണം വരാനായിട്ട്. വെള്ളത്തിനോട് അടുക്കും തോറും നമ്മുടെ ആ ഇരമ്പലിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. നല്ല കാമാൻ കൊയറ്റായിട്ടുള്ളൊരു പ്രദേശമാണിത്. നല്ല ഭംഗിയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല തണുപ്പുമൊക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വന്നു പോവാം. ഇനി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയാണ്. ഇനി അങ്ങോട്ടുള്ള വഴി വളരെ അപകടം നിറഞ്ഞ വഴിയാണ്.
ഇവിടെ എല്ലാം കാട്ടുപോത്തിൻ്റെ കാൽപ്പാടാണ് ഈ കാണുന്നത്. വളരെ ചെറിയൊരു ഇടുങ്ങിയ വഴിയേ ഉള്ളൂ. ഇലക്ട്രിക് ഫെൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഇങ്ങനെ വിശാലമായിട്ടൊന്നും നടന്നു പോകാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കായിട്ടേ നടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് നിറയെ കാടായതുകൊണ്ട് ഒരു കമ്പെടുത്ത് തട്ടിയാണ് പോകുന്നത്, പാമ്പ് ജന്തുക്കളോ ഒന്നും കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തൊക്കെയാണ്, വളരെ ശ്രദ്ധിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന സ്ഥലത്താണ് നമുക്ക് എത്തേണ്ടത്. പക്ഷേ വഴി മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ. അവിടെ ഇപ്പോൾ അങ്ങോട്ടും ആരും പോകാറില്ല. അവിടെയൊക്കെ നിറയെ പാമ്പാണെന്നാണ് പറയുന്നത്. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. ആ വീഡിയോ കണ്ടവർക്കറിയാം, ആ വീഡിയോയിൽ നല്ല അതിമനോഹരമായിട്ടാണ് ഈ പ്രദേശം കിടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് മുഴുവനും കാട് പിടിച്ചങ്ങ് ആരും നടക്കാനൊന്നും ഇല്ലാതെ അങ്ങ് ഒരുപാട് കാടായിപ്പോയി. വളരെ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ പാമ്പ് നമ്മുടെ കഴുത്തിൽ ചുറ്റും എന്നൊരവസ്ഥയിലാണ് ഇവിടുത്തെ കാട്. ഈ ഭാഗം ഏതാണെന്ന് മനസ്സിലായോ? ഈ ഭാഗത്താണ് ടാർപ്പ ഇട്ടിട്ട് അവർ കുക്ക് ചെയ്യാനോ ഇരിക്കുകയൊക്കെ ചെയ്തിരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇപ്പോൾ മുഴുവനും കാട് പിടിച്ച അവസ്ഥയിലാണ് കേട്ടോ. അതിൻ്റെ ഭംഗിയൊക്കെ അങ്ങ് മുഴുവനുമായിട്ട് പോയൊരവസ്ഥയിലാണ്. നമുക്കെന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല മനോഹരമായൊരു പ്രദേശമാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ. ഇപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ നിറയെ പാമ്പുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടൊക്കെ പോകാനും ഒരു ചെറിയ പേടിയുണ്ട്. അതാണ് അങ്ങോട്ട് ഇറങ്ങിയോ വീഡിയോ എടുക്കുകയും ചെയ്യാതെ. ആ സൈഡിൽ കൂടെയാണ് വീഡിയോ എടുക്കുക അന്ന് അവർ വന്നിരുന്നത്. പക്ഷേ ഇന്ന് ആ സൈഡിൽ കൂടെ ഒന്നും നമുക്ക് വരാൻ പറ്റില്ല. അവിടെയൊക്കെ മൊത്തം ഇലക്ട്രിക് ഫെൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുവഴിയൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും വീഡിയോ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഒരു സൈഡിൽ നിന്ന് വരുന്ന വെള്ളം അഗസ്ത്യാർകൂടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. നല്ല ശുദ്ധമായ വെള്ളമാണ്. പക്ഷെ ഇവിടെ പാമ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. നല്ല വൃത്തിയാക്കി എടുത്തിട്ടിരുന്നെങ്കിൽ നല്ല മനോഹരമായൊരു സ്ഥലമാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടതുപോലെ വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്